തല കുലുക്കുകയാണോ വേണ്ടത്? വാ തുറന്ന് മറുപടി പറയ, നല്ല പ്രൗഢിയോടെ. ഓഫീസിൽ വരാം, എല്ലാം ശ്രദ്ധിക്കാം. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? യെസ്, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇവള് മടി കാണിച്ചാ നീ പറഞ്ഞു വിടണം. ആ ശരി സാർ. ഇവളുടെ ഉപരിപഠനത്തിന് പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്തായി? വല്ല നടപടി ഉണ്ടാവോ? ഞാൻ കോളേജിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏത് കോളേജില്? സെന്റ് മേരീസില്. ബിസിനസ്സും നോക്കണം, കോളേജിലും പോണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ആ, ഒരു കാര്യം ചെയ്യാം, ഡിസ്റ്റൻസ് ആയി പഠിക്കാം. ഈ പറഞ്ഞതെല്ലാം നിനക്ക് സമ്മതമാണോ? ആ, സമ്മതമാണ്. അതോ കുട്ടികൾ വേണം, അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളൊന്നും പറ്റില്ലെന്നാണോ? അല്ല, രണ്ടുപേരോടും കൂടിയാ ചോദിച്ചത്. അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. എങ്ങനെയുള്ള പ്ലാൻ ഇല്ലെന്ന്? അപ്പൊ കുട്ടികൾ വേണ്ടേ? ഇപ്പൊ വേണ്ടെന്ന് ഉദ്ദേശിച്ച്. ദാമ്പത്യ ജീവിതവും കുടുംബമൊക്കെ ആവുമ്പോ കുട്ടികൾ വേണം, എന്നാലേ അത് പൂർണ്ണമാവും. അങ്ങനെയുള്ളപ്പോ കുട്ടികൾ വേണ്ടാന്ന് പറയാൻ കാരണം? അത് എനിക്ക് കുറച്ചുകൂടി പഠിക്കണം. മാത്രമല്ല, ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായിട്ട് ചെയ്യാൻ വേണം. വെരി ഗുഡ്, അങ്ങനെ തന്നെ വേണം. ഈ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കിയാൽ മാത്രം പോരാ, മറ്റുള്ളവരെ, അതായത് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുകയും വേണം. സൂര്യമംഗലത്തിന്റെ പാരമ്പര്യം അത്. നന്മയും കരുത്തുമുള്ള ഒരു മനസ്സോടി ഉണ്ടാവണം. നിനക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കരുണയുള്ളൊരു മനസ്സ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക, അല്ലാതെ കാശ് തരണമേന്നല്ല. ഇതിന്റെ കൂടെ പഠിക്കുകയും വേണം. അറിവുള്ളപ്പോ പ്രകാശവും ഉണ്ടാവും. അറിവും അവബോധവും തികയുമ്പോ നമ്മൾ സ്വയം പ്രകാശിച്ചു തുടങ്ങും. നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറാനാണ് ശീലിക്കേണ്ടത്. നിന്റെ ഭാര്യയതിനു ശേഷം എന്റെ മകൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ അതെ. എന്നാ ഞാൻ ഇറങ്ങുന്നു. പറഞ്ഞതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കണം, അതുപോലെ പ്രവർത്തിക്കണം. ഓക്കെ ആണോ? അതെ അച്ഛാ. എന്നാ ശരി, രാജുവാ. ആ ഓഫീസിൽ ദിവസവും വന്ന് എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്താൻ പറ്റില്ലല്ലോ.